ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കൊടും നരകത്തിൽ നിന്നും കൽപ്പഗിരി വഴി സ്വാമി വിതച്ച ആത്മീയതയുടെ വിത്ത് ജയിലിൽ പലരിലും തഴച്ചു വളർന്നു. അതിലൊരാളായിരുന്നു ചെങ്കപ്പ. ചെങ്കപ്പ വാറങ്കൽ ജയിലിൽ വന്നതിന്റെ ചരിത്രം ഭയാനകം. ആദ്യകാലത്ത് കലഹക്കാരനായിരുന്നു ചെങ്കപ്പ. മിക്കപ്പോഴും ഭാര്യയുമായി ശണ്ഠ കൂടും. ഒരിക്കൽ കലഹം കഠിനമായി. അന്ന് ചെങ്കപ്പ തീരുമാനിച്ചു, ഇനി ജീവിതം വേണ്ട, രണ്ടുപേരും ഇന്ന് തന്നെ തീരണം. അയാൾ തീരുമാനിച്ചു. അന്നു രാത്രി തന്നെ അയാൾ അതിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. ഭാര്യയെ കുത്തിക്കൊല്ലുക, എന്നിട്ട് ആത്മഹത്യ ചെയ്യുക, ഇതായിരുന്നു പദ്ധതി. പാതിരാത്രിയായി. വായിൽ വിഷം നിറച്ചു പിടിച്ച് ചെങ്കപ്പ കയ്യിൽ കരുതിയ കഠാര കൊണ്ട് സമീപം ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ വയറ്റിൽ ആഞ്ഞുകുത്തി. വായിൽ കരുതിയ വിഷം സ്വയം ഇറക്കുകയും ചെയ്തു. അയാൾ ബോധം കെട്ട് വീണു. കുത്തേറ്റ ഭാര്യ മരിച്ചു. പക്ഷേ മരണദേവത ചെങ്കപ്പയെ സ്വീകരിച്ചില്ല. ബോധം തെളിഞ്ഞു. വിഷം ഏറ്റില്ലെന്നറിഞ്ഞ ചെങ്കപ്പ ഭാര്യയുടെ രക്തം പുരണ്ട കത്തി സ്വന്തം വയറ്റിൽ കുത്തിയിറക്കി. അതോടെ അയാൾ തളർന്നു വീണു. മരണത്തിന് പക്ഷേ അയാളെ അപ്പോൾ വേണ്ടായിരുന്നു. ചെങ്കപ്പ പിന്നെ കണ്ണു തുറന്നത് ആശുപത്രിയിൽ. ചുറ്റും പോലീസുകാർ. മുറിവ് കുത്തിക്കെട്ടി ചെങ്കപ്പയെ വൈദ്യശാസ്ത്രം രക്ഷിച്ചു. പ്രാരബ്ധം അനുഭവിക്കാനായി. കുറച്ചു ദിവസം കഴിഞ്ഞ് രാജമുന്ദ്രിയിലെ ജയിലിലേക്ക് ചെങ്കപ്പയെ അയച്ചു. തുന്നിക്കെട്ടിയ മുറിവ് മാരകമാം വിധം പഴുത്തു. വീണ്ടും ചെങ്കപ്പയുടെ വയർ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഡോക്ടർമാർ തുറന്നു. വീണ്ടും തുന്നി. ഈ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ വെള്ളിടി പോലെ ഒരു ചിന്ത ചെങ്കപ്പയുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല? എന്നെ എന്തേ ദൈവം ഇങ്ങനെ രക്ഷിക്കുന്നു? എന്നെ ഈശ്വരന് വേണമായിരിക്കും. ഈ ചിന്ത ചെങ്കപ്പയിൽ നവോർജം നിറച്ചു. അതോടെ ദുരിതങ്ങളും വേദനയും നിസ്സാരമായി തോന്നി. മാത്രമല്ല, തൻ്റെ ശരീരം, മനസ്സ്, ഹൃദയം എല്ലാം ഇനി ഈശ്വരന് വേണ്ടി എന്ന് ചെങ്കപ്പ ഉറച്ചു തീരുമാനിക്കുകയും ചെയ്തു. ബാബയുടെ കഥകൾ ചെങ്കപ്പയിൽ വൻ പരിവർത്തനം ഉണ്ടാക്കി. ജയിലിലെ ഭജനകളിലും സേവകളിലും ആ കുറ്റവാളി പങ്കെടുത്തു. അതിൻ്റെ ഫലവും അത്ഭുതകരമായിരുന്നു. ഇതിനിടയിൽ ജയിൽ ഡോക്ടർ ചെങ്കപ്പയ്ക്ക് പ്രകൃതി ചികിത്സാപരമായ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു. അതൊരു വലിയ അനുഗ്രഹമായി. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, തന്നെ ആശ്രയിച്ചവന് ശുദ്ധ സാത്വിക ഭക്ഷണം നൽകി അവൻ്റെ മനപരിവർത്തനം അതിവേഗം നടത്തുകയായിരുന്നു ബാബ. ജയിലിൽ വരുന്ന സനാതന സാരഥി ചെങ്കപ്പയുടെ പ്രിയമിത്രമായി. അതിലൂടെ അയാൾ സ്വാമിയുമായി നിരന്തരം സംസാരിച്ചു. വ്യാഴാഴ്ച ദിവസം ഭക്ഷണം നിയന്ത്രിച്ചു. മൗനവ്രതം സ്വീകരിച്ചു. ചെങ്കപ്പ താമസിയാതെ തടവറയിലെ പുണ്യാത്മാവായി. തടവ് പുള്ളികളും ജയിലധികാരികളും അയാളോട് സ്നേഹപൂർവ്വം പെരുമാറി തുടങ്ങി. താമസിയാതെ ശിക്ഷയിളവ് ലഭിച്ച് ചെങ്കപ്പ സ്വതന്ത്രനാക്കപ്പെട്ടു. ഹളകപ്പയിൽ കാരുണ്യവശം. പ്രാരബ്ധം ഹളകപ്പയെ നന്ന ചെറുപ്പത്തിൽ ഏകനാക്കി. വളരെ ചെറുപ്പത്തിലേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. ആരൊക്കെയോ എങ്ങനെയൊക്കെയോ ഹളകപ്പയെ വളർത്തി. സാഹചര്യങ്ങൾ ഏൽപ്പിച്ച പാരുഷ്യം ഹളകപ്പയിൽ തഴച്ചു വളർന്നു. കൊച്ചു പ്രായത്തിൽ തന്നെ ഊരു ചുറ്റി നടക്കുന്ന സന്യാസ വേഷധാരികളുടെ വലയത്തിൽ ചെന്നുവിട്ടു. അങ്ങനെ പല തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാനായി. ആ യാത്ര മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ലോകത്തിലേക്ക് അയാളെ നയിച്ചു. ഹളകപ്പയ്ക്ക് 20 വയസ്സായി. ഊരു ചുറ്റലിനിടയിൽ ഒരു തപസ്വിയെ നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായി. ശ്രദ്ധാനന്ദ സ്വാമികൾ. സത്സംഗം ഒരിക്കലും പാഴിലാവില്ലെന്ന് വീണ്ടും തെളിയുന്നു. കാരണം സത്തുക്കൾ ഈശ്വരന്റെ ശ്രീകോവിലാണ്. ഭഗവാൻ തന്നെ അവരിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ശ്രദ്ധാനന്ദ സ്വാമികളെ കുറച്ചു കാലം സേവിക്കാൻ ഹളകപ്പയ്ക്ക് ഭാഗ്യം ലഭിച്ചു. ഒരിക്കൽ ശ്രദ്ധാനന്ദ പറഞ്ഞു, നീ രക്ഷിക്കപ്പെടും. സായി തൃപ്പാദങ്ങളിലാണ് നിനക്ക് അഭയം. വേഗം ചെല്ലു. ഈ പ്രവചനത്തിന് ശേഷം താമസിയാതെ ശ്രദ്ധാനന്ദ ഭൗതിക ജീവിതം ഉപേക്ഷിച്ചു. ഹളകപ്പ ഒറ്റയ്ക്കായി. ജീവിതത്തിൽ ആദ്യമായി രക്ഷപ്പെടണമെന്ന ചിന്ത അയാളിൽ അങ്കുരിച്ചു. ഉടൻ തെക്കേ ഇന്ത്യയിലേക്ക് യാത്രയായി സായിയെ ദർശിക്കാൻ. എങ്ങനെയൊക്കെയോ ഹളകപ്പ പുട്ടവർത്തിയിലെത്തി. സായിയെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ. പക്ഷെ ഭഗവാൻ ഹളകപ്പയെ സ്വീകരിച്ചത് തികഞ്ഞ അവഗണനയോടെ. അയാളിൽ അത് വല്ലാത്ത മുറിവുണ്ടാക്കി. ഹളകപ്പ മടങ്ങി. നാട്ടിലെത്തി. ജീവിക്കാൻ ഒരു വഴിയും കണ്ടില്ല. വീണ്ടും പഴയ വാസന തളിർത്തു. അതുകൊണ്ട് മോഷണം തന്നെ ഉപജീവന മാർഗമാക്കി. ആഹാരത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനുള്ള ധനം അങ്ങനെ കണ്ടെത്തി. പക്ഷേ സ്വബോധം ഉദിക്കുന്ന സമയം ശ്രദ്ധാനന്ദ സ്വാമികളുടെ വാക്കുകൾ അയാളെ ഉണർത്തും. അങ്ങനെ വീണ്ടും ഹളകപ്പ സായി സന്നിധിയിലേക്ക് യാത്രയായി. അപ്പോൾ ബാബ ബാംഗ്ലൂരിലെ വൈറ്റ്ഫീൽഡിലായിരുന്നു. അയാൾ അവിടെ ചെല്ലുമ്പോൾ സ്വാമി കാറിൽ കയറാൻ തുടങ്ങുന്നു. ഏതോ ഭക്തഗൃഹത്തിലേക്കുള്ള യാത്ര. ഹളകപ്പയും ബാബയെ അനുഗമിച്ചു. ഭഗവാന്റെ വാഹനം ഭക്തഗൃഹത്തിലെത്തി. സ്വാമി പുറത്തിറങ്ങി ചുറ്റും നോക്കി. മതിലിന് പുറത്ത് ഹളകപ്പ. ആ കാരുണ്യദൃഷ്ടി അയാളിൽ പതിഞ്ഞു മറ്റൊരു ഭാവത്തിൽ. സ്വാമി അയാളെ വിളിച്ച് സഗൗരവം അരുളി, പോയി ഭക്ഷണം കഴിക്കൂ.
അമൃതമഴയായിരുന്നു അത് ഹളകപ്പയ്ക്ക്. ഭഗവാൻ വീണ്ടും വൃന്ദാവനത്തിലേക്ക് യാത്രയായി. ഹളകപ്പയും വൃന്ദാവനത്തിലെത്തി. അവിടെ വെച്ച് സ്വാമി ഹളകപ്പയോട് ചോദിച്ചു, ഇതെന്തൊരു ജീവിതം? ഉടൻ ഒരു ജോലി കണ്ടെത്തുക, മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുക. മന്ത്രോപദേശം പോലെ ആ വാക്കുകൾ സ്വീകരിച്ച് ഹളകപ്പ മടങ്ങി. തിരിച്ചു നാട്ടിലെത്തിയ ഹളകപ്പയ്ക്ക് ഒരു പഞ്ചസാര കമ്പനിയിൽ താൽക്കാലിക ജോലി ലഭിച്ചു. പക്ഷെ അവിടെ ഏറെക്കാലം തുടരാനായില്ല. വീണ്ടും പഴയ വഴിവിട്ട ജീവിതം. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറ്റബോധം. അങ്ങനെ ഒരിക്കൽ കൂടി അയാൾ പർത്തിയിലേക്ക് യാത്ര തിരിച്ചു. നടന്നായിരുന്നു ഇത്തവണത്തെ തീർത്ഥാടനം. ഹളകപ്പ പെനുകൊണ്ട റെയിൽവേ ക്രോസിൽ എത്തിയപ്പോൾ ബാബയുടെ വാഹനം എതിരെ വരുന്നു. സ്വാമിയുടെ കാർ നിന്നു. ഡോറിന്റെ ചില്ല് താഴ്ന്നു. സൂര്യപ്രഭ ചിന്നുന്ന തിരുമുഖം. ഭഗവാൻ ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? സ്വാമി, ഞാൻ പദയാത്രയായി അവിടുത്തെ ദർശിക്കാൻ വന്നതാണ്. എന്നെ കൈവിടരുതേ. കൈകൂപ്പി ഹളകപ്പ വിതുമ്പി. മടങ്ങിപ്പോകൂ. നിനക്ക് സ്ഥിരമായ ഒരു ജോലി കിട്ടും. അതിനുശേഷം ഭഗവാൻ 20 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, വഴിച്ചെലവിന് ഇത് ഉപയോഗിക്കുക. ഭഗവത് വചനം സത്യമായി. ഹളകപ്പയ്ക്ക് സ്ഥിരമായി ജോലി ലഭിച്ചു. പക്ഷെ വരുമാനം കുറവ്. ഹളകപ്പയ്ക്കും അയാളുടെ ദുശീലങ്ങൾക്കും കൂടി ആ വരുമാനം തികയുകയില്ല. അതുകൊണ്ട് ജീവിതം വളരെ ദുഷ്കരം. ഒരു ശിവരാത്രി നാൾ ഹളകപ്പ പർത്തിയിലെത്തി. സാമാന്യം തിരക്ക്. അയാളിൽ പൂർവ്വവാസന ഉണർന്നു. ഭക്തന്മാരുടെ പലരുടെയും വസ്ത്രങ്ങൾ മോഷ്ടിച്ച് അയാൾ നാട്ടിലേക്ക് കടന്നു. അവിടെ ചെന്ന് സായി ഭക്തന്മാരോട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് സ്വാമി തന്നതാണ്. പലരും അത് വിശ്വസിച്ചു. ആ വസ്ത്രങ്ങൾ വിറ്റ് അയാൾ പണമാക്കി. ഒരിക്കൽ പർത്തിയിൽ വെച്ച് ഹളകപ്പ ഒരു ഭക്തന്റെ സ്യൂട്ട് കേസ് എടുത്തു മാറ്റി. അത് വടവൃക്ഷക്കുന്നിലെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു. ദർശന സമയം. ബാഗ് നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ഭക്തനോട് ഭഗവാൻ അരുളി, വിഷമിക്കണ്ട, നിന്റെ സൂട്ട് കേസ് ഞാൻ കണ്ടുപിടിച്ചു തരാം. ദർശനം കഴിഞ്ഞു. ഭഗവാൻ കസ്തൂരിയെ വിളിച്ചു പറഞ്ഞു, ഹളകപ്പയെ വിളിച്ചു കൊണ്ടുവരിക. ഹളകപ്പ ഉന്നത നീതിപീഠത്തിന്റെ മുന്നിലെത്തി. കഷ്ടം, ഈ പുണ്യസ്ഥലത്ത് വന്നിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ആർക്ക് നിന്നെ രക്ഷിക്കാനാവും? ഞാനും കൂടി കൈവിട്ടാൽ നിന്റെ ഗതി എന്താകും? കാരുണ്യം നിറഞ്ഞ രോഷത്തിൽ സ്വാമി ചോദിച്ചു. കൂപ്പുകയോടെ അകവും പുറവും ഭയം കൊണ്ട് നിറഞ്ഞ് ഹളകപ്പ വിറച്ചു. സ്വാമി പൊറുക്കണേ. അയാൾ ഏങ്ങലടിച്ചു. വേഗം ആ സൂട്ട് കേസ് മടക്കി കൊടുക്കുക. ഈശ്വരന്റെ കൽപ്പനയായി. ഭഗവാനെ, എന്നെ രക്ഷിക്കണേ. ഞാൻ നീ നല്ലവനായി ജീവിച്ചു കൊള്ളാം. എന്നെ ജനങ്ങൾ നിന്ദിക്കരുതേ, പോലീസ് പിടിക്കരുതേ. അവിടുത്തെ കൽപ്പന ഞാൻ അനുസരിച്ചു കൊള്ളാം. ഹളകപ്പ ഭയന്നുപോയി. എന്റെ സംരക്ഷണമുള്ള കാലം വരെ നിന്നെ ആർക്കും ഒന്നും ചെയ്യാനാകില്ല. നീ സുരക്ഷിതനായിരിക്കും. പക്ഷേ എന്റെ അനുഗ്രഹ വലയത്തിൽ നിൽക്കാൻ നീ നിന്നെ സ്വയം തിരുത്തേണ്ടിയിരിക്കുന്നു. ഭഗവാൻ ഗൗരവത്തിൽ അരുളി. ഹളകപ്പയുടെ മാന്യത നിലനിർത്താനായി സ്വാമി കസ്തൂരിയെ കൊണ്ട് സൂട്ട് കേസ് എടുപ്പിച്ച് ഉടമയ്ക്ക് നൽകി. ആ പ്രശ്നം അങ്ങനെ പരിഹൃതമായി. ഹളകപ്പ നാട്ടിലെത്തി. കുറച്ചു കാലം മാന്യനായി ജീവിച്ചു. വീണ്ടും പഴയ ദുശീലങ്ങൾ തലപൊക്കി. ഇതിനിടയിൽ വിവാഹവും കഴിഞ്ഞു. അതോടെ ചെലവേറെയായി. സൈദർശന് അമ്പെ മുടങ്ങി. പണവുമില്ല. ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കും, കരയും. ഹളകപ്പയുടെ മനസ്സിന്റെ ഇരുഭാഗങ്ങൾ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുലച്ചു. ദുർവാസന അരുതാത്തത് ചെയ്യാൻ പ്രേരിപ്പിച്ചു. സദ്വാസന കുറ്റബോധം കൊണ്ട് അയാളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. എങ്ങനെയോ കുറച്ചു പണം സംഘടിപ്പിച്ച് നടന്നും കാളവണ്ടിയിൽ കയറിയും ഹളകപ്പ വീണ്ടും തന്റെ ഇഷ്ടദേവതാ സന്നിധിയിലെത്തി. പെട്ടെന്ന് ഹളകപ്പയുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന രൂപം കൊണ്ടു. സ്വാമി, ഞാൻ എൻ്റെ ദുശീലങ്ങൾ മുഴുവൻ മാറ്റിക്കൊള്ളാം. എനിക്ക് പാദനമസ്കാരം തരണേ. എന്നെ അനുഗ്രഹിക്കണേ. അവിടുന്ന് അത് ചെയ്താൽ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും മാനവസേവയ്ക്കായി മാറ്റിവെച്ചു കൊള്ളാം. ഒരുവൻ സന്മാർഗത്തിലേക്ക് തിരിയുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് അവതാര പുരുഷൻ. എങ്ങനെ തൻ്റെ മക്കളെ രക്ഷപ്പെടുത്തണമെന്ന വ്യാകുല ചിന്തയിലാണ് സായീശ്വരി. ശരണാഗതിക്ക് ഭക്തർ ഒരുങ്ങുന്ന നിമിഷം ഭഗവാൻ ഇരുകരണങ്ങളാലെ അവനെ വാരിയെടുത്ത് ഉയർത്തും. ഹളകപ്പയുടെ പ്രാർത്ഥന പൂർണ്ണമായും നിറവേറ്റി. ഭഗവാൻ പാദനമസ്കാരം കൊടുത്തു. സന്തുഷ്ടനായി ഹളകപ്പ തിരിച്ചെത്തി. കാവേരി തീരത്തെ ശ്രീരംഗപട്ടണത്തിലുള്ള ഹളകപ്പയുടെ ഗൃഹം മറ്റൊരു ശ്രീരംഗമാകുകയായിരുന്നു. സായി സാന്നിധ്യത്തിലൂടെ ഹളകപ്പ നാമജപം മുടങ്ങാതെ ആരംഭിച്ചു. അയാളുടെ വീട്ടിലെ ചിത്രങ്ങളിൽ നിന്നും വിഭൂതി പൊടിയാൻ തുടങ്ങി. വിവരം ഭക്തന്മാർ അറിഞ്ഞു. അവർ അത് കാണുവാൻ ഒഴുകി. ഹളകപ്പ അറിയപ്പെട്ടു തുടങ്ങി. തന്റെ ദുർവാസനകളെ തടയാൻ അയാൾ നിർബന്ധിതനായി. നന്മയുടെ മേലങ്കി അണിഞ്ഞ് സായി സേവയിൽ ഹളകപ്പ നിരന്തരം മുഴുകി. താമസിയാതെ അയാൾ ഒരു അനാഥാലയം ആരംഭിച്ചു. ചിത്രത്തിൽ പൊടിഞ്ഞു വരുന്ന വിഭൂതി എടുത്ത് ഹളകപ്പ ഒരു ചെപ്പിലിട്ടാൽ കുറച്ചു നിമിഷങ്ങൾക്കകം ചെപ്പ് വിഭൂതിയാൽ നിറയും. അയാൾ പഞ്ചസാരയും ചേർത്ത് വിഭൂതി പ്രസാദമായി ഭക്തന്മാർക്ക് നൽകി. ഭക്തന്മാർ വർദ്ധിച്ചു. അത്രയും പഞ്ചസാര വാങ്ങാൻ പണമില്ല. സ്വാമി തന്റെ തനതായ രീതിയിൽ അതിനും പരിഹാരം ഉണ്ടാക്കി. പിന്നീട് ചിത്രത്തിൽ നിന്ന് ഉതിരുന്ന വിഭൂതി മധുരമുള്ളതായി മാറി. ഒരിക്കൽ ഹളകപ്പയ്ക്ക് സ്വാമിയുടെ ചിത്രമുള്ള പ്ലാസ്റ്റിക് മോതിരം കിട്ടി. വിരലിൽ നനവ് തോന്നിയപ്പോൾ ഹളകപ്പ ശ്രദ്ധിച്ചു. മോതിരത്തിൽ നനവ്. മണത്തു നോക്കി. നല്ല മണം. രുചിച്ചു. അമൃതമധുരം. അമൃത്! അറിയാതെ ഹളകപ്പ പറഞ്ഞുപോയി.
ഹളകപ്പ ഭക്തിപൂർവ്വം മോതിരം അഴിച്ച് തട്ടത്തിലിട്ടു. താമസിയാതെ തട്ടത്തിൽ അമൃത് നിറഞ്ഞു. ഭക്തജനങ്ങൾ വാർത്ത അറിഞ്ഞു. അവർ കൂട്ടമായി എത്തി. അവർക്കൊക്കെ കൊടുക്കാനുള്ള അമൃത് അതിലുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഭക്തനെ പരിവർത്തനപ്പെടുത്തി ഭക്തവലയത്തിൽ ബന്ധിച്ച് ഇനിയൊരു വീഴ്ചയ്ക്ക് ഇടയാക്കാതെ ഭഗവാൻ ഉരുക്കുകോട്ട കെട്ടി. 5000 വർഷം മുമ്പ് സനാതന സാരഥി പാർത്ഥസാരഥിയായി വന്ന് മനുഷ്യരാശിക്ക് വേണ്ടി നൽകിയ ഉറപ്പ് വീണ്ടും നടപ്പാക്കി സ്വാമി. അർജുന, എത്രയേറെ അധപതിച്ചവനുമാകട്ടെ എന്നിൽ അനന്യഭാവത്തോടെ ശരണാഗതി പ്രാപിച്ചാൽ അവനിൽ ധാർമ്മികത വളരും. അവൻ ശാന്തിക്ക് ഉടമയാകും. നീ പെരുമ്പറ കൊട്ടി പ്രതിജ്ഞ ചെയ്തുകൊള്ളൂ, എന്റെ ഭക്തൻ നശിക്കില്ല. നമേ ഭക്ത പ്രണശ്വതി. ഇന്നും അനുനിമിഷം ആ പ്രതിജ്ഞ പരിപാലിക്കപ്പെടുന്നു. പുരാണത്തിൽ രത്നാകരനിലൂടെയും ദുന്ദുകാരിയിലൂടെയും ആ സത്യം വെളിപ്പെട്ടു. ഇന്ന് കൽപ്പഗിരി, ഹളകപ്പ, ചെങ്കപ്പ തുടങ്ങിയവരിലൂടെ അത് ആവർത്തിക്കപ്പെടുന്നു. അന്ന് ആ പരിവർത്തനം ഒരു പിടി ആളുകളിലായിരുന്നുവെങ്കിൽ സായി അവതാരത്തിൽ അത് 10,000ങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന വലിയ വ്യത്യാസമുണ്ട്. കാലാനുസൃതമാകാം കാരണം. എന്തിനീ മോഷ്ടാക്കളുടെയും മറ്റും ദുശ്ചരിതങ്ങൾ നാം കേൾപ്പിക്കുന്നു? ജ്ഞാനേശ്വരൻ അതിന് മറുപടി അരുളുന്നു അതിങ്ങനെ: അത്തരം കഥയിലൂടെ നന്മയും തിന്മയും തിരിച്ചറിയാം. നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം. ഇത്രയും മോശപ്പെട്ട ഒരുവൻ ഈശ്വരന് പ്രിയപ്പെട്ടവനാകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഈശ്വരകൃപ നേടാൻ കഴിയില്ല? ഈ ചിന്തയുടെ കൈത്തിരിവട്ടം ആളിക്കത്തിച്ച് ആ അഗ്നിയിൽ നമുക്ക് പ്രാരബ്ധ ദുഃഖങ്ങളെ എളുപ്പം ദഹിപ്പിക്കാം. ആർക്കാണ് ഈശ്വരകൃപ ലഭിക്കാത്തത്? പ്രഹ്ലാദൻ അസുരപാലനായിരുന്നു. ധ്രുവൻ അംഗീകാരം നിഷേധിക്കപ്പെട്ട രാജകുമാരനായിരുന്നു. ശബരി പാവം ഒരു വേടത്തരുണി. കുചേലൻ കൃഷ്ണസഖാവായ സുദാമാവ്, ഭൗതിക ക്ലേശം നന്നേ അനുഭവിച്ചയാൾ. അംബരീഷൻ മഹാരാജാവ്, മഹാബലി അസുര ചക്രവർത്തി, ഗജേന്ദ്രൻ ഒരു ആന, വൃത്രാസുരൻ അതിഭയങ്കരനായ ദേവാലിയായ ഒരു ജ്ഞാനി. ഇങ്ങനെ ഇവരുടെ പട്ടിക അനന്തമായി നീളുന്നു. ഇവരെല്ലാം ഈശ്വരകൃപ നേടി ധന്യരായി. ആർക്കും ഭഗവാനെ ലഭിക്കും. ഒരു വ്യവസ്ഥ മാത്രം: ആ പാദത്തെ ആശ്രയിക്കണം. എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് കേഴുന്നവരോടായി അഗസ്ത്യ മഹർഷി അരുളുന്നു: ഈശ്വരന്റെ കഥകൾ കേൾക്കൂ, അത് മാത്രം മതി. ആ കഥകൾ അനായാസം നിന്റെ ഉള്ളിൽ അമൃതസമം ഇറങ്ങിച്ചെല്ലും, പ്രവർത്തിക്കും. നിന്നിൽ ഈശ്വരനോടുള്ള ആസക്തി ഉണരും. അതോടെ നീ ഈശ്വരന്റെ കൃപാകടാക്ഷ പരിധിയിലാകും. പിന്നെ എന്തിനു ഭയം? ആന്ധ്രയിലെ ഗൊല്ലപ്പള്ളി ഗ്രാമത്തിൽ ഉപനിഷത്തുക്കളും ഋഷീശ്വരന്മാരും പുനർജനിച്ചു. ഉപനിഷത്ത് സാരം അപ്പാടെ എല്ലാവർക്കും വെളിവായി. നീണ്ട 86 വർഷം ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം അവിടെ ആനന്ദത്തിന്റെ തിരുക്കൂത്ത് അരങ്ങു തകർത്തു. അത് കണ്ടവർ കേട്ടവർ ധന്യരായി. ജനിച്ച് കുറെ നാൾ വരെ മാതാപിതാക്കൾ താലോലിച്ച, അതിനുശേഷം നാം ഒരുങ്ങി അണിഞ്ഞ് മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഈ ശരീരം എന്താണ്? ഇതിനു വേണ്ടിയാണല്ലോ സമസ്ത യാതനകളും നാം അനുഭവിക്കുന്നത്. ശരീരത്തിന് 9 ദ്വാരങ്ങൾ. അതിലൂടെ പുറത്തു വരുന്നവയൊന്നും അവനവന് തന്നെ തൊടാൻ അറപ്പ്. അപ്പോൾ അകത്തുള്ളത് എന്തെന്ന് ഉറപ്പായല്ലോ. ഭാഗവതം പാടുന്നു: എല്ലുകൊണ്ട് 2 തൂണ്, വാരിയെല്ലുകൊണ്ട് കഴുക്കോൽ, സ്നായുക്കൾ കൊണ്ട് സന്ധികൾ കെട്ടി ഉറപ്പിച്ചിരിക്കുന്നു. എല്ലിന്റെ മേൽ മാംസം തേച്ചു പിടിപ്പിച്ച് ചർമ്മം കൊണ്ട് പൊതിഞ്ഞ് രോമം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു. മലമൂത്രങ്ങൾ സംഭരിച്ചിരിക്കുന്ന പാത്രമാണ് ശരീരം. രോഗങ്ങൾക്ക് താമസിക്കാനുള്ള മുന്തിയ വസതി. ഇത് എപ്പോൾ ഏതുവിധം പ്രതികരിക്കുമെന്നോ ഏതു നിമിഷം താഴെ വീണുമെന്നോ ഇത് ചുമന്നു നടക്കുന്ന നമുക്ക് പോലും നിശ്ചയമില്ല. അപ്പോൾ അതിന് അത് അർഹിക്കുന്ന പരിഗണന നൽകിയാൽ പോരെ? അതിനെ സർവസ്വമെന്ന് കരുതി താലോലിച്ചിട്ട് എന്തു ഫലം? നമുക്ക് മുമ്പേ ഇവിടെ വന്നവരും പോയവരും അവരുടെ സ്വജീവിതം കൊണ്ട് ശരീരത്തിന്റെ വിലയും വിലയില്ലായ്മയും നമ്മെ കാണിച്ചു തന്നില്ലേ? അതിൽ നിന്ന് നാം പഠിക്കേണ്ടതല്ലേ? അടുത്ത വീട്ടിൽ കള്ളം കയറിയ വാർത്ത കേട്ടാൽ നാം രാത്രികളിൽ കുറെ കൂടി ജാഗ്രത പുലർത്തും. വേണ്ടപ്പെട്ടവർ പലരും മരിക്കുന്നത് കണ്ടിട്ടും നാം എന്ത് മുൻകരുതലെടുത്തു? അന്ത്യയാത്രയ്ക്ക് എന്തൊരുക്കങ്ങൾ ചെയ്തു? മനുഷ്യ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ: ഈശ്വരനെ അറിയുക, അനുഭവിക്കുക. അല്ലെങ്കിൽ തൻ്റെ രഹസ്യം കണ്ടെത്തുക, താൻ ആരെന്ന് തിരിച്ചറിയുക. ഓരോ മനുഷ്യ ശരീരവും അതിനായി മാത്രം ഈശ്വരൻ സമ്മാനിച്ചതാണ്. ഭാഗവതം പാടുന്നു: ബ്രഹ്മാവ് ജീവന് താമസിക്കാൻ പലതരം വസതികൾ ഉണ്ടാക്കി. വൃക്ഷങ്ങൾ, ഈച്ച, മത്സ്യം, ഓന്ത് തുടങ്ങി വിവിധ തരം ശരീരങ്ങൾ. തൻ്റെ ഈ വിധ സൃഷ്ടികളിൽ അദ്ദേഹത്തിന് തെല്ലും സംതൃപ്തി ഉണ്ടായില്ല. അസന്തുഷ്ട ഹൃദയനായ ബ്രഹ്മദേവൻ ഒടുവിൽ ബ്രഹ്മാനുഭവം ഉണ്ടാകത്തക്ക ബുദ്ധിയോടെ മനുഷ്യ ശരീരം സൃഷ്ടിച്ചു. അതോടെ ദേവദേവൻ പൂർണ്ണ തൃപ്തിയിലായി. കാരണം ബ്രഹ്മാവലോകധിഷണം, അതായത് ബ്രഹ്മത്തെ, ആത്മാവിനെ, ഈശ്വരനെ തന്നെ അറിയാനുള്ള ബുദ്ധിയുള്ള ശരീരം സൃഷ്ടിക്കപ്പെട്ടതിൽ ബ്രഹ്മദേവന് സന്തോഷമായി. നമ്മുടെ ശരീരത്തിന്റെ വില വളരെ വലുതാണ്. ഈശ്വരനെ അറിയാനുള്ള കഴിവ് അതിലുണ്ട്. ഓരോ മനുഷ്യ ശരീരത്തിനും അതിനുള്ള യോഗ്യതയുണ്ട്. സ്ത്രീയോ പുരുഷനോ പണ്ഡിതനോ പാമരനോ ദരിദ്രനോ ധനികനോ രോഗിയോ കുറ്റവാളിയോ ബാലനോ ബാലികയോ ജാതി മതങ്ങളോ തുടങ്ങിയവയൊന്നും ആ ജ്ഞാനം ഗ്രഹിക്കുന്നതിന് തടസ്സമല്ല. ആ സത്യം അറിയാനുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. ഭഗവാന് വേണ്ടി എവിടെയെങ്കിലും ആരെയെങ്കിലും ആത്മാർത്ഥമായി ആശ്രയിച്ചാൽ മതി. ആ പരമ്പൊരുൾ നമ്മെ എത്തേണ്ടിടത്ത് തൻ്റെ തൃപ്പാദത്തിൽ തന്നെ
ആശ്രയിച്ചവനെ എത്തിച്ചിരിക്കും. ചരിത്രാതീതം മുതലുള്ള ഭക്തചരിതം അങ്ങനെയാണ്. ഭഗവാൻ ബാബ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു, നീ ആരെ വേണമെങ്കിലും ആശ്രയിച്ചു കൊള്ളൂ, പക്ഷേ ഒടുവിൽ നിനക്ക് മനസ്സിലാകും നീ ആരെ ആരാധിച്ചാലും ആരാധിച്ചത് ഈ സായിയെ തന്നെയാണെന്ന്. ആര് ഏതേത് രൂപത്തിൽ ആരാധിച്ചാലും അവർ എന്നെ തന്നെയാണ് അർജുന ആരാധിക്കുന്നത് എന്ന ഗീതാർത്ഥം തന്നെയല്ലേ ഈ സായി വചനത്തിലും. രാമനും കൃഷ്ണനും സർവ്വദേവതാ സ്വരൂപങ്ങളും ഇതിലടങ്ങുന്നു എന്ന് ലോകത്തെ ബോധ്യമാക്കേണ്ടത് ഏത് അവതാര സ്വരൂപത്തിനും തൻ്റെ ദൗത്യ നിർവഹണത്തിന് ആവശ്യമാണ്. അതിശയകരമായ ഒരു ലീലയിലൂടെ ഈശ്വരന്റെ ആ ഏകീഭാവം ഭഗവാൻ ബാബ തൻ്റെ ഒരു ഭക്തയെ നിമിത്തമാക്കി പർത്തിയിലാടി.